ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 8 ആണ്. അപ്പോൾ വീഡിയോ 1, 2, 3, 4, 5, 6, 7 ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ എൻ്റെ മനോഹരമായ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള വീഡിയോ ആണ്. അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഫ്രണ്ട്സ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു സ്ട്രാറ്റജിയോ വേറെ ഒന്നിനും പറയാൻ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ട്രേഡ് ചെയ്യണോ, സ്വിംഗ് ട്രേഡിങ്ങോ ഷോർട്ട് ടൈം ട്രേഡിങ്ങോ ഇൻട്രാഡേയോ ലോങ് ടേമോ ഏത് ട്രേഡ് ചെയ്യണോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സീരീസ്. അതായത് ഇവരോടുള്ള എൻ്റെ ഒരു അഭിപ്രായം അതല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് പഠിക്കണം. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിന്റ് നിങ്ങൾ ഇൻട്രാഡേയോ ഷോർട്ട് ടൈം ട്രേഡിങ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ വേറെ ഒരു സ്ട്രാറ്റജിയുടെയും പിറകെ പോകേണ്ടി വരില്ല, വേറെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പിറകെ പോകേണ്ടി വരില്ല, വേറെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റോ വേറെ ഒരു കാര്യത്തിൻ്റെയും പിറകെ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അപ്പം അത്രയ്ക്ക് കോറായിട്ടുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് തോന്നണമെങ്കിൽ അങ്ങനെയല്ല. ഇത് ദയവായി ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അറിയാം. അപ്പോൾ പറയുന്നതിന് മുന്നേ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും നമുക്ക് റീക്യാപ്പ് ചെയ്യാം. എന്തൊക്കെയാണ്? നമ്മൾ മന്ത്ലി ചാർട്ടിലെ ട്രെൻഡ് ലൈൻ മനസ്സിലാക്കി, വീക്ക്ലി ചാർട്ടിലെ പാറ്റേൺ മനസ്സിലാക്കി, ട്രേഡിങ്ങിലെ മനോഹരമായ സൈക്കോളജി മനസ്സിലാക്കി, സൂം ഇൻ സൂം ഔട്ട് മനസ്സിലാക്കി, 1 മിനിറ്റ് മന്ത്രം മനസ്സിലാക്കി അല്ലേ? ഇതൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കതിലേക്ക് മുന്നോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രേഡിംഗ് കൺസെപ്റ്റിലേക്ക് കിടക്കാം. നമുക്ക് ഈ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് കൺസെപ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ട്രേഡിംഗ് നമ്മളൊക്കെ എന്താണ് നമ്മൾക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ചെയ്ത് പ്രാന്തായിട്ടുണ്ടാവും. അതായത് ആൾക്കാർക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കാനും പൈസ ഉണ്ടാക്കാനും അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാനും എല്ലാവർക്കും കഷ്ടപ്പെടാൻ തയ്യാറാണ്. കാരണം ഇത് തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, എവിടെ നിന്നും വർക്ക് ചെയ്യാം, എപ്പോഴെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനും ഇതിനൊക്കെ എല്ലാവരും ഹെൽപ്പാണ്. പക്ഷേ എല്ലാവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു പ്രോപ്പർ മെത്തേഡ് കിട്ടിയിട്ടില്ല. അതായത് വേറെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള റോഡ് നമുക്കറിയാം. അതായത് ഇന്ന കോമ്പറ്റേറ്റീവ് എക്സാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്പുകളിലൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിലാവും, 6 പാക്ക് ആവും നമുക്കറിയാം. പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെ നിങ്ങൾക്കൊരു പ്രോപ്പർ മെത്തേഡ് കിട്ടിയിട്ടുണ്ടോ? ഓരോരുത്തർ പറയും ആ ഇൻഡിക്കേറ്റർ നോക്ക്, ഓരോരുത്തർ പറയും അത് നോക്കുമെന്ന് പറയും, ഓരോരുത്തർ പറയും ഇത് നോക്കുമെന്ന് പറയും. അങ്ങനെയാണ് നിങ്ങൾക്കൊന്നും പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്തത്. അപ്പം അതിനുള്ളൊരു പ്രോപ്പർ മെത്തേഡും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവുക. അതല്ലാണ്ട് ചില ആൾക്കാരുണ്ട് കുറേ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയാം, കുറേ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്കൊക്കെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാം. എന്നാലോ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ മാത്രം ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ പോകണം. അപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് വെൽക്കം, ട്രേഡിംഗ് കൺസെപ്റ്റിലേക്ക് വെൽക്കം. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അതിന് ശേഷം മാത്രമേ കൺസെപ്റ്റ് 2ലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കൺസെപ്റ്റ് 2 തന്നെ ഒരു വിദൂരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം കൺസെപ്റ്റ് 1ലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് അമ്മയും കുഞ്ഞും പരൽമീനും. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും, എന്തൊരു അമ്മയും കുഞ്ഞും പരൽമീനും. യെസ്, ഞാൻ തനി നാടൻ പേരാണ് ഇട്ടത്. ഞാൻ നാടനാണ്, ഞാൻ തനി നാടൻ പേരിട്ടത്. അതായത് ലുക്കിലും പേരിലും ഒന്നല്ലല്ലോ, വർക്കിലും കാശുണ്ടാക്കണമല്ലോ കാര്യം. ഇൻ്റർനാഷണൽ പേരും കടിച്ചാൽ പൊട്ടാത്ത പേരൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരാം. അതായത് അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് ആ അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ചെറിയ ട്രെൻഡിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണം. അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് ആ അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ചെറിയ ട്രെൻഡിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ആരോഗ്യമുള്ള കുഞ്ഞെന്നൊക്കെ പറയുന്നത്? അതായത് ഈ ചെറിയ ട്രെൻഡ് എവിടെയാണ് കാണപ്പെടുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആരോഗ്യവും വ്യത്യാസപ്പെട്ടിരിക്കും. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഫുള്ളും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നതാണ്. ഞാൻ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ട്രെൻഡ് ലൈനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ? ട്രെൻഡ് ലൈൻ്റെ ഒരു മഹാസാഗരമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോസുകൾ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവർക്കത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യണത്? അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അതല്ലേ പോട്ടെ, കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്?
പോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായി, എങ്ങനെ ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് ഉണ്ടായി, എങ്ങനെ ഈ ചാർട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോജിക്കായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ ഇൻഡിക്കേറ്റേഴ്സും വല്ല ആൾക്കാരും പറയണതല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാര്യത്തിനും ലോജിക്കായിട്ട് നമ്മൾ ലോജിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യില്ല. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ക്ലിയർ മൈൻഡായിട്ട് ലോജിക്കായിട്ടും ചിന്തിക്കുക. എന്താണ് ഇവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ഉണ്ടായതും ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റും ഈ മേലോട്ട് പോയതും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും അറിയാണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് സ്റ്റോക്ക് ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു നീക്കി, ആദ്യത്തെ വോളറ്റിലിറ്റി വിട്. വോളറ്റിലിറ്റി എന്ന് വെച്ചാൽ ആദ്യത്തെ പെട്ടെന്നുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വിട്. അതിനുശേഷം എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ആദ്യം ഒരു മൂവ്മെൻറ്റ് നടത്തും. ഇതേ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒരു ചെറിയൊരു ട്രെൻഡ് ഫോം ചെയ്യും. അതായത് ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് ഒരു കുഞ്ഞ് ട്രെൻഡ് ഉണ്ടാക്കും. ഈ ഒരു കുഞ്ഞ് ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ഒരു ട്രെൻഡ് ഉണ്ടാക്കും. ഓക്കെ, ആ ഒരു ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടോ വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കും. മനസ്സിലായോ? ആദ്യം ഒരു കുഞ്ഞ് ട്രെൻഡ് ഉണ്ടാക്കി, ആ ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കി, അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കി. റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? റിപ്പീറ്റഡ് അല്ല ഫ്രണ്ട്സ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളല്ല, ഇതിൻ്റെ കോർ കൺസെപ്റ്റിക്ക് ഇതൊക്കെ പറഞ്ഞുതരാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കി, അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വേറൊരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കി, അതിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വീണ്ടും ഒരു അടുത്തൊരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കി. അപ്പോൾ ട്രെൻഡ് 1, 2, അതേപോലെ 3, 4, 5 അങ്ങനെ എക്സിട്ര എത്ര ട്രെൻഡുകൾ ഉണ്ടാക്കുന്ന നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞു 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 ട്രെൻഡുകൾ കടന്ന് ഉണ്ടാക്കിയതിന് ശേഷം അതെല്ലാം കൂടി ചേർന്ന് ഒരു മീഡിയം ട്രെൻഡ് ആവും. മീഡിയം ട്രെൻഡ് അങ്ങനെ ആവോ? യെസ്, ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ട്രെൻഡ് വന്നു, സ്റ്റോക്ക് മൂവ് ചെയ്തു, ഒരു ട്രെൻഡ് ഉണ്ടാക്കി. 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് അടുത്തത്. കാരണം അതിൽ പറയാൻ ഇപ്പോൾ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് പിറകോട്ട് ഒരുപാട് പോയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചാർട്ടുകൾ അത്രയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടില്ല. അപ്പോൾ ആദ്യം 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഞാൻ പറയുന്നത് ഒരു ട്രെൻഡ് ഉണ്ടായി, ഒരു കുഞ്ഞ് ട്രെൻഡ് ഉണ്ടായി. ആ ഒരു കുഞ്ഞ് ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ സ്റ്റോക്ക് വീണ്ടും ഇവിടെ വേറൊരു ട്രെൻഡ് ഉണ്ടാക്കി. കണ്ടോ? ആ ഒരു ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് കടന്നതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കുഞ്ഞ് ട്രെൻഡായ 1ഉം 2ഉം 3ഉം ഒക്കെ കൂടി ചേർന്നിട്ട് എന്തായി, മീഡിയം ട്രെൻഡ്, വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കി, ഒരു മീഡിയം ട്രെൻഡ് ഉണ്ടായി. മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു മീഡിയം ട്രെൻഡിൻ്റെ ഉള്ളിലാണ് ഈ 3 കുഞ്ഞ് ട്രെൻഡ് ഉണ്ടായത്. അതായത് ഈ ഒരു കുഞ്ഞ് ട്രെൻഡ് പുറത്തേക്ക് വന്ന് വേറൊരു കുഞ്ഞ് ട്രെൻഡ് ഉണ്ടായി, ആദ്യം പുറത്തേക്ക് ആയിരുന്നു വേറെ കുഞ്ഞ് ട്രെൻഡ്. ഈ 3 കുഞ്ഞ് ട്രെൻഡുകൾ ചേർന്നിട്ട് ഒരു മീഡിയം ട്രെൻഡ് ഉണ്ടായി. ഇനി എന്ത് സംഭവിക്കുക അടുത്തത്? ഈ ഒരു മീഡിയം ട്രെൻഡ് ഉണ്ടാക്കി അടുത്തത് വീണ്ടും ഒരു മീഡിയം ട്രെൻഡ് ഉണ്ടാവോ? ഇല്ല. എന്ത് സംഭവിക്കുക? ഈ ഒരു മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം വീണ്ടും ഒരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കും. കാരണം എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനും ബേസിക് ചെറിയ ട്രെൻഡാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കി 4. പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു ചെറിയ ട്രെൻഡ് ഉണ്ടാക്കി ട്രെൻഡ് 5. അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു ട്രെൻഡ് ഉണ്ടാക്കി 6. അങ്ങനെ 6, 7, 8 അതിനൊരു കൃത്യം കണക്കില്ല, അങ്ങനെ ട്രെൻഡുകൾ ഉണ്ടാക്കും. അതുകളൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഈ മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ കുഞ്ഞു ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കുഞ്ഞു ട്രെൻഡുകളെല്ലാം ചേർന്നിട്ട് എന്തായി, വീണ്ടും മീഡിയം ട്രെൻഡ് 2. നേരത്തെ 1 ആണെങ്കിൽ 2, മീഡിയം ട്രെൻഡ് 2 ഉണ്ടാക്കി. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നേരത്തെ മീഡിയം ട്രെൻഡ് ഇവിടെയാണ് ഉണ്ടായത് കേട്ടോ. ആ ഒരു മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു കുഞ്ഞു ട്രെൻഡ് ഉണ്ടായി. ആ കുഞ്ഞു ട്രെൻഡ് നിന്ന് പുറത്തേക്ക് കടന്നതിന് ശേഷം വീണ്ടും ചെറിയ ട്രെൻഡ് ഉണ്ടായി. താഴേക്ക് വന്ന് വീണ്ടും ഒരു ചെറിയ ട്രെൻഡ് ഉണ്ടായി, 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 വീണ്ടും ഒരു ചെറിയ ട്രെൻഡ്. അപ്പോൾ ചെറിയ ട്രെൻഡുകൾ തമ്മിലൊരു കണക്കില്ല കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ട്രെൻഡുകളൊക്കെ കൂട്ടി ചേർന്നിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത മീഡിയം ട്രെൻഡ് ഉണ്ടായി. അതായത് ഇവിടെ ഒരു മീഡിയം ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇത് മീഡിയം ട്രെൻഡ് 2. ഓക്കെ, അപ്പോൾ ഇനി 2 മീഡിയം ട്രെൻഡ് ഉണ്ടായി. ഇനി എന്ത് സംഭവിക്കും? ഈ മീഡിയം ട്രെൻഡ് 2ൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് എന്താണ്, വീണ്ടും പഴയപടി തന്നെ വീണ്ടും ചെറിയ ട്രെൻഡ് ഉണ്ടാവും. ട്രെൻഡ് 7, 8, 9, 10, 11 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെറിയ ചെറിയ ട്രെൻഡ് ഉണ്ടാവും. എന്നിട്ട് ഈ ചെറിയ ട്രെൻഡുകൾ ചേർന്നിട്ട് എന്തായാലും മീഡിയം ട്രെൻഡ് 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ട്രെൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നു വേറൊരു ട്രെൻഡ് 10, പിന്നൊരു മീഡിയം ട്രെൻഡ് ചെറിയ ട്രെൻഡ് 11, വീണ്ടും ചെറിയ ട്രെൻഡ് 12, വീണ്ടും ചെറിയ ട്രെൻഡ് 13. അപ്പോൾ ഈ ചെറിയ ട്രെൻഡുകൾ ചേർന്നിട്ട് എന്തായി, വീണ്ടും അടുത്തൊരു മീഡിയം ട്രെൻഡ് 3 ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മീഡിയം ട്രെൻഡിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് വീണ്ടും ചെറിയ ട്രെൻഡുകൾ ചേർന്നിട്ട് മീഡിയം ട്രെൻഡ് 4. അതേ മീഡിയം ട്രെൻഡ് 4 ഞാൻ വീണ്ടും കാണിച്ചിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 1, 2, 3, 4 ട്രെൻഡുകൾ ഞാൻ കാണിച്ചു അല്ലേ. അപ്പോൾ ഈ ട്രെൻഡുകളെല്ലാം ചേർന്നിട്ട്
ഇപ്പം ഈ കാണിച്ചിട്ടുള്ള ഈ മീഡിയം ട്രെൻഡുകൾ 1, 2, 3, 4, 5, 6കൾ എത്ര ട്രെൻഡുകൾ കൂടിച്ചേരുന്ന് പറയാൻ പറ്റില്ല. അത്രയും ട്രെൻഡുകൾ ചേർന്നിട്ട് എന്ത് സംഭവിക്കും? ഈ മീഡിയം ട്രെൻഡുകൾ ചേർന്നിട്ട് വീണ്ടും എന്താകും? ലാർജ് ട്രെൻഡാവും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. സ്മോൾ ട്രെൻഡുകൾ ചേർന്നിട്ട് മീഡിയം ട്രെൻഡായി. ഈ മീഡിയം ട്രെൻഡുകൾ ചേർന്നിട്ട് എന്താവും? ലാർജ് ട്രെൻഡാവും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇതൊക്കെ ഓരോ മീഡിയം ട്രെൻഡുകളാണ്. നമ്മൾ നേരത്തെ സ്മോൾ ട്രെൻഡുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയ മീഡിയം ട്രെൻഡ് 1, മീഡിയം ട്രെൻഡ് 2, മീഡിയം ട്രെൻഡ് 3, മീഡിയം ട്രെൻഡ് 4. ഈ ട്രെൻഡുകളെല്ലാം ഒരൊറ്റ ചാർട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാർട്ടിൻ്റെ ലേഔട്ട് 15 മിനിറ്റ് ആക്കി. നേരത്തെ 5 മിനിറ്റ് ആയിരുന്നു, ഇപ്പോൾ 15 മിനിറ്റ് ആയി. അപ്പോൾ ഈ ഓരോ ട്രെൻഡുകൾ 1, 2, 3 4 എന്നുള്ള മീഡിയം ട്രെൻഡുകളാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ കണ്ടോ, നേരത്തെ നമ്മൾ അവസാനം വരച്ച മീഡിയം ട്രെൻഡ്, അതായത് ആ ഒരു 5 മിനിറ്റ് ചാർട്ടിൽ വരച്ച മീഡിയം ട്രെൻഡാണ് ഈ ഒരു ഏരിയ. കണ്ടോ, അപ്പം അതേപോലുള്ള ഏരിയ ആയിട്ടുള്ള 1, 2, 3, 4 കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഫ്രണ്ട്, ഈ മീഡിയം ട്രെൻഡുകളൊക്കെ ചേർന്നിട്ട് വേണ്ട ഒരു ബ്ലാക്ക് ലൈൻ വന്നു, ലാർജ് ട്രെൻഡായി. 15 മിനിറ്റിൽ എന്തായി? ഒരു വലിയ ട്രെൻഡ് കിട്ടി. അതായത് മീഡിയം ട്രെൻഡിനേക്കാളും അതിനേക്കാളും വലിയ ബഡാ ട്രെൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ട്രെൻഡാണ് ഞാൻ 1 അവർ ചാർട്ടിൽ കാണിക്കുന്നത്. നേരത്തെ 15 മിനിറ്റിൽ കാണിച്ചു, ആ ഒരു 1 അവർ ചാർട്ടിലാണ് ഞാനിപ്പോൾ ആ ട്രെൻഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതെനിക്കിങ്ങനെ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഫ്രണ്ട്സ്? അതായത് ചെറിയ ട്രെൻഡിൽ നിന്ന് മീഡിയം ട്രെൻഡായി, ആ മീഡിയം ട്രെൻഡുകൾ ചേർന്നിട്ട് ലാർജ് ട്രെൻഡായി. ഇനി എന്ത് ചെയ്യും? ഈ ലാർജ് ട്രെൻഡ് 1, 2, 3, 4, 5 ഒക്കെ ചേർന്നിട്ട് വെരി ലാർജ് ട്രെൻഡാവും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നേരത്തെ കാണിച്ച ലാർജ് ട്രെൻഡാണ് ഇത്. അതായത് ഇപ്പോൾ അവസാനം നമ്മൾ കണ്ട ഈ ട്രെൻഡില്ലേ, ഈ ഒരു ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡ്. കണ്ടോ, ഈ ഒരു ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡ്. അപ്പോൾ അങ്ങനത്തെ ട്രെൻഡുകൾ കൂടി ചേർന്നിട്ട് വെരി ലാർജ് ട്രെൻഡ്, അതിനേക്കാളും വലിയ ട്രെൻഡ് ഉണ്ടാവും, വെരി ലാർജ് ട്രെൻഡ്. ഇത് ഞാൻ 1 അവർ ചാർട്ടിൽ തന്നെയാണ് കാണിച്ചത്. അങ്ങനെയുള്ള വെരി ലാർജ് ട്രെൻഡ് ഇവിടെ കൂടിച്ചേർന്നു. ആ ഒരു വലിയൊരു ലാർജ് ട്രെൻഡാണ് ഇവിടെ. ആ ഒരു വലിയ ലാർജ് ട്രെൻഡുകൾ കൂടി ചേർന്നത് എന്ത് സംഭവിക്കും? എക്സ്ട്രാ ലാർജ് ട്രെൻഡ് ഉണ്ടാവും. അതിൻ്റെ 1 ഡേ ചാർട്ടിൽ കാണിച്ചു. ഈ എക്സ്ട്രാ ലാർജ് ട്രെൻഡുകൾ ചേർന്നിട്ട് എന്ത് സംഭവിക്കും? ഓവറോൾ ട്രെൻഡ്. ഇതാണ് ഞാൻ സ്റ്റോക്കിൽ ആദ്യം കാണിച്ച ട്രെൻഡ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. ഫസ്റ്റ് ഞാൻ കാണിച്ച ചാർട്ട് കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? സ്റ്റോക്ക് മാർക്കറ്റിൽ കുഞ്ഞു ട്രെൻഡുകൾ ചേർന്ന് മീഡിയം ട്രെൻഡായി, മീഡിയം ട്രെൻഡുകൾ ചേർന്ന് ലാർജ് ട്രെൻഡായി, ലാർജ് ട്രെൻഡ് തമ്മിൽ എക്സ്ട്രാ ലാർജ് ട്രെൻഡായി, അങ്ങനെ ഓവറോൾ ട്രെൻഡുകളാവുന്നു. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ ട്രെൻഡുകൾ ഈ കട്ടപ്പെട്ടികൾ അടുക്കി വെക്കുന്ന പോലെയാണ് സ്റ്റോക്കിൽ ചാർട്ടുകളും പ്രൈസുകളും മൂവ് ചെയ്യണത്. മനസ്സിലായോ? എൻ്റെ കോർ കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോണത്. മനസ്സിലായോ? അതായത് ഇതുവരെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണ്? ഈ സ്റ്റോക്കിൽ ചാർട്ടൊക്കെ വലുതാവുന്നത് ചെറിയ ട്രെൻഡുകൾ കൂടി ചേർന്ന് ആണ്. അതായത് ഇപ്പം ഈ മരം വലുതാവണ പോലെ ഒരു കുഞ്ഞു മരം ഉണ്ടായി, അത് വലുതായി വരുന്ന പോലെ കുഞ്ഞു ട്രെൻഡുകൾ ചേർന്നിട്ട് വലിയ ഒരു ട്രെൻഡായി മാറും. വേറെ ഉദാഹരണം പറയുന്നത്, നമ്മൾ കാറിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ വീണ് കണ്ടിട്ടില്ലേ? ചെറിയ തുള്ളികൾ നമുക്ക് ഓരോ ട്രെൻഡുകളായിട്ട് കണക്കൂട്ടാം. ഈ ട്രെൻഡുകളുടെ അടുത്തുള്ള കുഞ്ഞു ട്രെൻഡുകളൊക്കെ കൂടി ചേർന്നിട്ട് വലിയ ട്രെൻഡുകളാവും. ഈ വലിയ തുള്ളികൾ ചേർന്നിട്ട് പിന്നെ അതിനേക്കാളും വലിയ ട്രെൻഡുകളാവും. അപ്പോൾ ഈ താഴേക്കുള്ള ഈ വലിയ തുള്ളികൾ എവിടേക്കാണ് പോകുന്നത്? അതാണ് നമ്മുടെ ഏകദേശം സ്റ്റോക്കിൻ്റെ ട്രെൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം അതിൻ്റെ കൺസെപ്റ്റ് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വലിയ ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് കണ്ടുപിടിച്ച ഈ വലിയ ട്രെൻഡുകളുണ്ടല്ലോ, അതിനെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം. അതാണ് അമ്മ ട്രെൻഡ്, അമ്മ എന്ന് വിളിക്കാം. അതേപോലെ ഈ കുഞ്ഞു ട്രെൻഡിനെ നമുക്ക് എന്ത് പറയാം? ചെറിയ ട്രെൻഡിനെ എന്ന് വിളിക്കാം, കുഞ്ഞ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ കൺസെപ്റ്റിൻ്റെ പേര് വന്നതിൻ്റെ കാര്യം പിടിയിട്ട് അമ്മയും കുഞ്ഞും പരൽമീനും. അമ്മയാകുന്ന വലിയ ട്രെൻഡ് കണ്ടുപിടിച്ച് ആ വലിയ ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? എങ്ങനെ മന്ത്ലി ചാർട്ടിൽ വരയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മയാകുന്ന ട്രെൻഡ് കണ്ടുപിടിച്ച് അമ്മയുടെ കൂടെയുള്ള ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ചെറിയ ട്രെൻഡിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണം. അപ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞ് എങ്ങനെയാണ്? ആ ട്രെൻഡ് എവിടെ കാണപ്പെടുന്നു, ആ കുഞ്ഞ് ട്രെൻഡ് എവിടെയാണ് കാണപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ ആരോഗ്യം വ്യത്യാസപ്പെട്ടിരിക്കും. കുറച്ച് മനസ്സിലായി വരുമെന്ന് വിചാരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം, ഡോണ്ട് വറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജിയുടെ പേര് അമ്മയും കുഞ്ഞും പരൽമീനും. അതായത് അമ്മയാവുന്ന ട്രെൻഡിനെ കണ്ടുപിടിച്ച് ആ അമ്മയുടെ കൂടെയുള്ള കുഞ്ഞി ട്രെൻഡിൻ്റെ ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ മുകളിൽ പണം നിക്ഷേപിക്കണം. അതിൻ്റെ കൂടെ ഷാർപ്പ് എൻട്രിക്ക് പരൽമീൻ എന്ന് വെച്ചാൽ ഷാർപ്പ് എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പ്രോപ്പർ കൃത്യമായ ടൈമിൽ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ പിച്ചക്കാരൻ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് പിച്ചക്കാരൻ. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സീരിയസ് വീഡിയോ 5 കാണുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്ന് കൈമുണ്ട ഒരു കോമ്പിനേഷൻ ഉണ്ട് മക്കളെ, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടില്ല, അതൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും. അടുത്ത വീഡിയോ ഒക്കെ തൊട്ടിട്ടാണ് നമ്മളിങ്ങനെ ഫയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കത്തിപ്പിടിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ട്രെൻഡുകൾ വലുതാക്കി വലിയ ട്രെൻഡുകളാക്കുക. അതേപോലെ 5 മിനിറ്റ്സ് സ്മോൾ ട്രെൻഡിൽ കുറേ ട്രെൻഡുകളുണ്ടല്ലോ, 5 മിനിറ്റിലെ ചെറിയ ട്രെൻഡുകൾ ചേർന്നിട്ട് മീഡിയം ട്രെൻഡ് ആക്കുക. എന്നിട്ട് ആ മീഡിയം ട്രെൻഡുകളെ എണ്ണങ്ങൾ കൂട്ടിയിട്ട് ഒരു 15 മിനിറ്റോ 1 അവറിലോ ലാർജ് ട്രെൻഡ് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് 1 ഡേ 1 വീക്ക് യൂസ് ചെയ്ത് എക്സ്ട്രാ ഓവർ ലാർജ് ട്രെൻഡ് കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾ ഈ കാര്യം ചെയ്യുക ദയവായിട്ട്. കാരണം ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആകാം, ആരുടെയും ഒരു ആവശ്യമില്ലാണ്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാമെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോണത്. നിങ്ങളിത് ദയവായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആവും. നിങ്ങൾ എന്നെ പിന്നീട് നിങ്ങൾ താങ്ക്സ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ വാല്യൂസുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഹൈ വാല്യൂസാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഫ്രണ്ട്സ്. നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏത് ബുക്സോ ഏത് വായിച്ചു നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒന്നും കിട്ടില്ല. കാരണം ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കതിൽ വാല്യൂ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ബൈ.